നമുക്ക് ഒറ്റയടിക്കൊരു ഹെൽത്തി ലഞ്ച് ബോക്സ് തയ്യാറാക്കിയാലോ? എൻ്റെ ഐഡിയയിൽ ഒരു ഹെൽത്തി ലഞ്ച് ബോക്സാണ് ഞാൻ ഈ വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ അറിയത്തില്ല. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു ബസുമതി റൈസാണ്. ബസുമതി റൈസ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗ്രാമ്പും പട്ടയും കൂടി ഇട്ട് വേവിച്ച് ഊറ്റിയെടുത്ത് വെച്ചേക്കാണ്. നമുക്ക് സവാള കുത്തിയരിഞ്ഞത് വേണം, പിന്നെ ക്യാരറ്റ് വേണം, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യമേ സവാളയെ നമ്മളതിട്ട് വഴറ്റിയതിന് ശേഷം അതിന് നമ്മൾ തക്കാളി അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനിട്ട് ക്യാരറ്റ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ല കണക്ക് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നതിൽ കൂടെ തന്നെ ഞാൻ പിന്നെ അതിനകത്ത് കുറച്ച് രണ്ട് മുട്ട എന്ന് വെച്ചാൽ 2 മക്കളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക, എന്ന് വെച്ചാൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മുട്ടയെല്ലാം കൂടി ചേർന്നത് നല്ല കണക്ക് ആവും, എന്ന് വെച്ചാൽ തോരൻ പോലെ ആവും. അപ്പോൾ അത് അങ്ങനെ ആയതിനു ശേഷം പിന്നെ മസാലപ്പൊടി, ശകലം മുളക് പൊടി, പിന്നെ കുരുമുളക്, പിന്നെ മസാല എന്ന് വെച്ചാൽ സ്പൈസസ് ഉണ്ടല്ലോ, നമ്മൾ വറുത്ത് പൊടിപ്പിക്കുന്ന മസാലയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ഗ്യാസൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ പ്രതിരോധ ശേഷിയുടെ മോദകം, ഗ്രാമ്പൂ, പട്ട, പിന്നെ അങ്ങനത്തെയുള്ള സ്പൈസസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഏലക്ക, ജാതിക്ക, അതിനൊക്കെയുള്ള സ്പൈസസ് അടങ്ങിയിട്ട് അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ പെരുംജീരകം, ബേ ലീഫ്, അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുന്ന മസാലപ്പൊടിയാണ്. പിന്നെ കുരുമുളക് അതിലിട്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഈ റൈസ് കുറേശ്ശായിട്ട് നമ്മൾ അതിൻ്റെ രണ്ടും കൂടി ചേരുന്ന വിധം കുറേശ്ശെ ഇളക്കിയെടുക്കണം. അപ്പം ഞാൻ ഇതിലൂടെ ഇടാൻ ആദ്യമേ സോയാ ചങ്ക് ഫ്രൈ ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. സോയാ ചങ്ക് മേടിച്ചപ്പോൾ അത് എക്സ്പയറി ആയിപ്പോയി. പിന്നെ ഞാൻ ഇവിടെ നെത്തോലി ഉണ്ടായിരുന്നു. അപ്പം ആ നെത്തോലി പച്ചയ്ക്കെന്ന് വെച്ചാൽ തേങ്ങ അരച്ച് കൂട്ടാൻ വെച്ച് കൊടുത്താൽ മക്കളൊന്നും തിന്നത്തില്ല. അപ്പം ഞാൻ നെത്തോലി കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത്, എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, എന്ന് വെച്ചാൽ നെത്തോലി ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്താൽ അത് കഴിക്കാൻ കൊള്ളത്തില്ല. ഒരു മാക്സിമം എന്ന് വെച്ചാൽ മുള്ളെടുത്ത് മാറ്റത്തക്ക രീതിയിൽ ഫ്രൈ ചെയ്യണം. കുഞ്ഞു മക്കളാണെങ്കിൽ മുള്ളെടുത്ത് മാറ്റിയിട്ട് അതിനോട് ചേർത്താൽ മതി. അപ്പോൾ ഇത് എൻ്റെ മക്കൾ വലിയ മക്കളാണ്. അപ്പം ഞാൻ ഈ നെത്തോലിയും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ലഞ്ച് ബോക്സ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ ബിരിയാണി അവസാനം അതിനകത്ത് ശകലം നാരങ്ങയും കൂടി ചേർത്ത് ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടി, പിന്നെ മല്ലിയില, പുതിനയില, ഇതെല്ലാം ഇടാൻ. എൻ്റെ കയ്യിൽ ശകലം ഒരു മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഇത് ചേർക്കാം. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ച് ബോക്സ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആദ്യമേ നമ്മൾ ഈ റൈസ് സെറ്റ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം കുറച്ച് ഫ്രൈ ചെയ്ത നെത്തോലി, അതിൻ്റെ മേലെ വീണ്ടും റൈസ്, പിന്നെ അതിൻ്റെ മേലെ നെത്തോലി, അങ്ങനെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം നല്ല അടിപൊളി നല്ല സൂപ്പർ ഒരു അച്ചാറും കൂടെ വയ്ക്കണം. അച്ചാർ വെച്ചിട്ടുണ്ട്. പിന്നെ തൈരുണ്ടെങ്കിൽ തൈര് നല്ലതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ചൂടോടെ അടച്ച് വയ്ക്കുക. പിന്നെ അഡീഷണൽ ഞാനിവിടെ കുക്കുംബർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സലാഡ്, ക്യാരറ്റ് എന്ന് പറയാം ഇതിൽ ജസ്റ്റ് കുക്കുംബറും ശകലം നാരങ്ങയും ഉപ്പും കൂടി ചേർത്താണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതിനകത്ത് വെജിറ്റബിളും ഉണ്ട്, നമ്മുടെ നെത്തോലി ഉണ്ട്. പക്ഷേ നെത്തോലി നല്ലതാണ്, ബുദ്ധി വളരാൻ നല്ല ചെറു മത്സ്യങ്ങൾ നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് വെജിറ്റബിളുമായി നമ്മുടെ മാംസാഹാരമായി. പിന്നെ മല്ലിയിലയും പുതിനയിലയും നല്ലതാണ്, നല്ല ആരോഗ്യത്തിന് ഹെൽത്തിയാണ്. പുതിനയിലയും മല്ലിയില ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റോണൊക്കെ ഉള്ളത് മാറും. പിന്നെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ നല്ലതാണ് ഈ മല്ലിയില. അപ്പം ലീഫും ഉണ്ട് അതിനകത്ത്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ്. ഇത് എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുമോ അറിയത്തില്ല. ഇതിപ്പോൾ എൻ്റെ രീതിയിലുള്ളൊരു കുക്കിങ്ങാണ് ഞാനിത് കാണിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇങ്ങനെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ വേണമെങ്കിലും ലഞ്ച് ബോക്സ് റെഡിയാക്കാം. ഈ മീൻ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ റൈസ് ബിരിയാണി പോലെ വെച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കരമായ ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിൽ ഞാൻ ലഞ്ച് ബോക്സിൽ ഇട്ട് വെച്ചപ്പോൾ അമ്മേ ഇതെനിക്ക് ഇത്രയും തന്ന എൻ്റെ കൂട്ടുകാരികൾ അപ്പോഴേ അടിച്ചുകൊണ്ട് പോകും. ഇത് നമുക്ക് മുട്ട ഫ്രൈ ചെയ്തുകൊണ്ട് അപ്പം മുട്ട പുഴുങ്ങി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. ഉച്ചയാകുമ്പോൾ ആ ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴത്തേക്ക് നല്ല അച്ചാറും എല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്ത് തിന്നാൻ സൂപ്പറാണ്. അപ്പം നല്ലൊരു ഹെൽത്തി ലഞ്ച് ബോക്സ്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് 2-3 കാര്യങ്ങളുടെ സമയം ലാഭിക്കാം.
ഈ കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇത് കൊടുക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് തേങ്ങ വേണ്ട. അപ്പോൾ തോരൻ, ചമ്മന്തി ഈ 2 സംഭവങ്ങൾ വെക്കണം. അല്ലാതെ നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ എന്നും നമ്മൾ ബസ്മതി റൈസ് വെച്ച് കൊടുക്കുന്നത് നല്ലതല്ല. എന്നാലും ആഴ്ച ഒരു ദിവസം ഇങ്ങനെ കൊടുത്താൽ അവർക്കും ഒരു ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി രീതിയിൽ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇതാണ്. പിന്നെ നമ്മൾ സാധാ ചോറാണെങ്കിൽ മീൻ പൊരിച്ചത് അഡീഷൻ വയ്ക്കണം, പിന്നെ തോരൻ വയ്ക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ചമ്മന്തി ഉണ്ടാക്കണം. അങ്ങനെ എത്ര കൂട്ടം ഉണ്ടായാലും നമുക്ക് തൃപ്തി വരത്തില്ല. ഇതാകുമ്പം ആഴ്ച ഒരു ദിവസം ഇങ്ങനെ കൊടുത്താൽ കുട്ടികൾക്കൊരു ചേഞ്ച് പോകും, കുട്ടികൾക്ക് ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ രീതിയിൽ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഏത് സാധനം ട്രൈ ചെയ്താലും ഞാൻ ഫസ്റ്റ് കഴിച്ചിട്ട് മക്കൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലും വോയിസിലും നല്ല തെറ്റുകളും സംസാരത്തിൽ എഴുച്ചിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയാവുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കിയെല്ലാം കൂട്ടുകാരുടെ ഇഷ്ടം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.